ഇന്നത്തെ വീഡിയോയിലേക്ക് വിശദമായിട്ട് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു കത്ത് വായിക്കാം. ആ കത്തിലെ വാചകങ്ങൾ ഇങ്ങനെയാണ്: എൻ്റെ പ്രിയപ്പെട്ടവനെ, എന്നെ മുറുക്കി കെട്ടിപ്പിടിക്കൂ. നിന്റെ കരങ്ങൾ കൊണ്ട് എന്നെ ബലമായി അമർത്തി ഞെരുക്കൂ. നിന്റെ സ്നേഹത്തിൻ്റെ കടലിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകൂ. എനിക്ക് നിൻ്റേതാവണം, പക്ഷേ നീ എൻ്റേതല്ലല്ലോ. എന്താണ് ഞാൻ ഇങ്ങനെയായത്? എൻ്റെ ഹൃദയം ഇത്ര കഠിനമായത്? ഞാൻ ഇയാളുടെ കൂടെ മടുത്തു. നീ എന്നെ എത്രയും പെട്ടെന്ന് സ്വതന്ത്രയാക്കൂ. നിന്റെ മാത്രം സോഫിയ. സോഫിയ എന്ന ഭാര്യ ഭർത്താവായിട്ടുള്ള സാം എബ്രഹാം അറിയാതെ കാമുകനായിട്ടുള്ള അരുൺ എഴുതിയ കത്തിലെ ചില വാചകങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചത്. കാമുകൻ്റെ കൂടെ സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവായിട്ടുള്ള സാം എബ്രഹാമിന് സയനൈഡ് നൽകി കൊലപ്പെടുത്തിയിട്ട് ഒന്നും അറിയാത്ത പാവത്തെ പോലെ എല്ലാവരുടെ മുമ്പിൽ അഭിനയിച്ച അതൊരു സാധാരണ കൊലപാതകമാക്കി മാറ്റിയെടുക്കുകയും ചെയ്തിട്ട് അവൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രവാസികളെല്ലാം കൂടെ പിരിച്ചു നൽകിയ 15 ലക്ഷം രൂപ ഉപയോഗിച്ച കാമുകനായിട്ടുള്ള അരുണിൻ്റെ കൂടെ അടിച്ചുപൊളിച്ച് ജീവിച്ച ക്രൂരയായിട്ടുള്ള മലയാളി യുവതി സോഫിയ. ആ സോഫിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ സോഫിയയ്ക്ക് 2 പ്രണയബന്ധങ്ങളുണ്ടായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ പ്രണയത്തിലായിരുന്ന അരുണും കോളേജിൽ വെച്ച് പരിചയപ്പെട്ട സാം എബ്രഹാം എന്ന് പറയുന്ന മറ്റൊരു യുവാവും. അങ്ങനെ സോഫിയയുടെ വിവാഹപ്രായമായപ്പോൾ എന്തായാലും ഒരാളെ വിവാഹം കഴിക്കണം. അങ്ങനെ സോഫിയ തീരുമാനിക്കുകയാണ് സാം എബ്രഹാമിന് വിവാഹം കഴിക്കാം. കാരണം സാമിന് ഓസ്ട്രേലിയയിൽ നല്ലൊരു ജോലി ഉണ്ടാവും. അങ്ങനെ സാമിന് വിവാഹം കഴിച്ചിട്ട് സോഫിയ എത്രയും പെട്ടെന്ന് തന്നെ ഓസ്ട്രേലിയയിലേക്ക് പോയി അവിടെ സ്ഥിരമായിട്ട് താമസിക്കുകയാണ്. പക്ഷെ ആ സമയത്തും നാട്ടിലെ കാമുകനായിട്ടുള്ള അരുണുമായിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ടാവും. സോഫിയയുടെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ: എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ കാമുകനായിട്ടുള്ള അരുണിനെ ഓസ്ട്രേലിയയിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയിട്ട് സ്വന്തം ചെലവിൽ ഒരു സ്റ്റുഡൻറ് വിസ എടുത്ത് നൽകിയിട്ട് അരുണിനെ എത്രയും പെട്ടെന്ന് സോഫിയ ഓസ്ട്രേലിയ മെൽബണിലേക്ക് എത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഇരുവരും തമ്മിലുള്ള ആ പ്രണയം കൂടുതൽ ആഴത്തിലേക്ക് പോവുകയും ചെയ്തു. ആ സമയത്ത് സോഫിയ ഒരു മകന് ജന്മം നൽകി, ഒരു അമ്മയായിട്ട് മാറി. പക്ഷെ അതൊന്നും തന്നെ ഇവർക്കുമിടയിലെ പ്രണയത്തിന് യാതൊരുവിധ തടസ്സവുമായിരുന്നില്ല. പക്ഷെ അവരുടെ പ്രണയബന്ധത്തിൽ, അവരുടെ ആഴമായിട്ടുള്ള പ്രണയബന്ധത്തിൽ തടസ്സമായിട്ടുണ്ടായിരുന്നത് ഒരേ ഒരു വ്യക്തി മാത്രമായിരുന്നു: സോഫിയയുടെ ഭർത്താവായിട്ടുള്ള സാം. അങ്ങനെ ഇരുവരും ചേർന്നുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുകയാണ്. തങ്ങൾക്ക് സുഖമായിട്ട് പ്രണയിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ, ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ഭർത്താവായിട്ടുള്ള സാമിനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കണം. അതിനു വേണ്ടിയിട്ട് ഇരുവരും ചേർന്നുകൊണ്ട് ചില പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. അവർ ആദ്യം ചെയ്തത് ഒരു വാടക കൊലയാളിയെ ഏർപ്പാടാക്കി സാമിനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ഒരു രീതി പൂർണ്ണമായിട്ട് ചീറ്റിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ സോഫിയ തീരുമാനിക്കുകയാണ് എന്തായാലും തൻ്റെ ഭർത്താവായിട്ടുള്ള സാമിനെ താൻ തന്നെ കൊലപ്പെടുത്താം. അതിനു വേണ്ടിയിട്ട് കാമുകനായിട്ടുള്ള അരുൺ ചില മാർഗങ്ങൾ സോഫിയയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2015 ഒക്ടോബർ മാസം 13-ാം തീയതി അർദ്ധരാത്രി ആയപ്പോൾ സാമിൻ്റെ വീട്ടിലേക്ക് സോഫിയ ഒരു കോൾ ചെയ്യുകയാണ്. വളരെ രാത്രിയായി. സാമിൻ്റെ വീട്ടുകാർ ഫോൺ എടുത്തു. ആ ഫോൺ എടുത്ത സമയത്ത് തന്നെ കരഞ്ഞുകൊണ്ട്, അലറി വിളിച്ചുകൊണ്ട് സോഫിയ എന്ന് പറയുന്ന സാമിൻ്റെ ഭാര്യ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത അറിയിക്കുകയാണ്: സാം ചേട്ടൻ മരിച്ചു. സോഫിയ ആ ഫോണിലൂടെ അലറി വിളിച്ചു. സാമിൻ്റെ വീട്ടുകാർക്കും ഒരുപാട് സങ്കടമായി. സോഫിയ എത്രയും പെട്ടെന്ന് തന്നെ മെൽബണിലുള്ള തൻ്റെ സുഹൃത്തുക്കളെയൊക്കെ ഈ വിവരം അറിയിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ സുഹൃത്തുക്കളും ബന്ധുക്കളും പോലീസ് ഉൾപ്പെടെ ആ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. എല്ലാവരും അവിടെ ഒരേപോലെ ശ്രമിച്ചത് വളരെ സങ്കടത്തിലായി നിർത്താതെ കരയുന്ന സോഫിയ എന്ന് പറയുന്ന സാമിൻ്റെ ഭാര്യയെ ആശ്വസിപ്പിക്കുക എന്നത് മാത്രമാണ്. എല്ലാവരും സോഫിയെ ഒരുപാട് ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഈ സാം എബ്രഹാം മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് നാട്ടിലെത്തി മാതാപിതാക്കളെയൊക്കെ കണ്ടിരുന്നു. അതിനുശേഷം തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് എത്തിയ സമയത്ത് ഈ സാം എബ്രഹാമിൻ്റെ ഭാര്യയായിട്ടുള്ള സോഫിയും കാമുകനായിട്ടുള്ള അരുണും ചേർന്നുകൊണ്ട് സാമിനെ കൊലപ്പെടുത്താനായിട്ടുള്ള എല്ലാ പദ്ധതിയും ആവിഷ്കരിച്ചിരുന്നു. അരുൺ സോഫിയുടെ കയ്യിലേക്ക് സയനൈഡ് നൽകി. ആ സയനൈഡ് ഈ സാമിന് നൽകിയിട്ട് കൊലപ്പെടുത്തുക, അതായിരുന്നു ഇരുവരുടെയും പദ്ധതി എന്ന് പറയുന്നത്. അങ്ങനെ സാം ഉറങ്ങാൻ കിടക്കുന്ന ദിവസം, എപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോൾ പതിവായിട്ട് ജ്യൂസ് കുടിക്കുന്ന ഒരു ശീലം സാമിന് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം കുട്ടിയുമായിട്ട് കളിച്ചിട്ട് ഉറങ്ങാനായിട്ട് പോവുകയാണ്. ആ സമയത്ത് പതിവ് പോലെ തന്നെ സോഫിയ ഒരു ഗ്ലാസ് ജ്യൂസ് സാമിന് നൽകുകയും ചെയ്തു. പക്ഷേ സാം ആ സമയത്ത് തിരിച്ചറിഞ്ഞിരുന്നില്ല തൻ്റെ ഭാര്യ തന്നെ കൊലപ്പെടുത്താനായിട്ട് ഒരു വിഷം നൽകിയ ജ്യൂസാണ് തനിക്ക് നൽകുന്നതെന്ന്. അങ്ങനെ ആ ജ്യൂസ് കുടിച്ച് അല്പസമയത്തിന് ശേഷം സാം അവിടെ മരിക്കുകയും ചെയ്തു. ആ സമയത്ത് അതേ ബെഡിൽ തന്നെ ഒന്നും അറിയാത്ത ഒരു പച്ച പാവത്തിനെ പോലെ സോഫിയയും കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ മെൽബൺ പോലീസ് എത്തി സാമിൻ്റെ മരണം ഉറപ്പുവരുത്തുകയും ചെയ്തു. പക്ഷേ സോഫിയ എത്രയും പെട്ടെന്ന് തന്നെ ആ മൃതശരീരം നാട്ടിലേക്ക് എത്തി. നാട്ടിൽ വെച്ചാണ് അത് സംസ്കരിക്കുകയും ചെയ്തത്. അങ്ങനെ നാട്ടിലേക്ക് എത്തി സാമിൻ്റെ വീട്ടുകാരെ കണ്ട് ഒരുപാട് സങ്കട പ്രകടനങ്ങൾ, അഭിനയം അവിടെ സോഫിയ കാഴ്ചവെക്കുകയും ചെയ്തു. അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ച് മകനുമായിട്ട് ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. പക്ഷേ തിരിച്ച് വീട്ടിലേക്ക് എത്തിയതിനു ശേഷം ഈ സോഫിയ എന്ന് പറയുന്ന സാമിൻ്റെ ഭാര്യ വളരെ വിഷമത്തിലായിരുന്നു. ആരോടും മിണ്ടാതെ എപ്പോഴും മുറി അടച്ചിട്ട് കരച്ചിൽ മാത്രമാണ്. അത് അവളുടെ അഭിനയമാണെന്ന് ആരും തന്നെ തിരിച്ചറിഞ്ഞിരുന്നില്ല. മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ ഒരു വിഷാദ രോഗിയെ പോലെയാണ് അവൾ അഭിനയിച്ചിരുന്നത്. അതുകൊണ്ട് ആ പ്രവാസികളെല്ലാവരും ചേർന്നുകൊണ്ട്, സാമിൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ചേർന്നുകൊണ്ട് ഒരു കാര്യം തീരുമാനിക്കുകയാണ്: എന്തായാലും അവൾക്ക് ഒരു ആൺകുഞ്ഞാണ്. ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കാൻ തന്നെ ഒരുപാട് പണം അവൾക്ക് ആവശ്യമായിട്ട് വരും. അവൾക്ക് പ്രത്യേകിച്ച് ഒരു ജോലി പോലുമില്ല. അതുകൊണ്ട്
15 ലക്ഷം രൂപ അവരെല്ലാവരും കൂടെ പിരിച്ചിട്ട് സോഫിയയുടെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്തു. ഒരു ഉളിപ്പുമില്ലാതെ സോഫിയ ആ 15 ലക്ഷം രൂപ വാങ്ങിക്കുകയും ചെയ്തു. എന്നിട്ട് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ സങ്കടമെല്ലാം മാറിയിട്ട് കാമുകനായിട്ടുള്ള അരുണിന്റെ കൂടെ അവൾ ആ ഓസ്ട്രേലിയയിൽ തന്നെ ആ 15 ലക്ഷം രൂപ ഉപയോഗിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കുകയും ചെയ്തു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് ചുമ്മാ അങ്ങ് വിടുന്ന സ്വഭാവം തീർച്ചയായിട്ടും മെൽബൺ പോലീസിന് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. രഹസ്യമായിട്ട് ഈ സാമിന്റെ മരണം മെൽബൺ പോലീസ് അവിടെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പോലീസിന് ഒരു കാര്യം മനസ്സിലാക്കിയാണ്, ഭാര്യയായിട്ടുള്ള സോഫിയുടെ കൂടെ വേറൊരു പുരുഷനും കൂടെ അവിടെ മെൽബണിൽ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. ആ പുരുഷന്റെ പേര് അരുൺ എന്നാണ്. പോലീസിന് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ പോലീസ് രഹസ്യമായിട്ട് അരുണിനെ കൂടുതലായിട്ട് നിരീക്ഷിക്കാനായിട്ട് തുടങ്ങി. പോലീസിന് വ്യക്തമായി അരുണിനും ഇതിനകത്ത് എന്തോ ഒരു പങ്കുണ്ട്. കാരണം കൃത്യമായിട്ട് പോലീസിന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു, ഈ മരിച്ച സാം ഇബ്രഹാമിന്റെ ശരീരത്ത് സയനൈഡിന്റെ അംശമുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും ഇതൊരു സ്വാഭാവിക മരണമല്ല. ഈ അരുണിനെ പറ്റി കൂടുതൽ പോലീസ് അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി, അരുണിന് അവിടെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് ആവശ്യവും അരുണിന് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ, പ്രധാനമായിട്ടും ഈ കേസ് അന്വേഷിച്ച ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ വേഷം മാറി ഒരു കൊള്ള സംഘത്തിലെ അല്ലെങ്കിൽ ഒരു കള്ളക്കടത്ത് സംഘത്തിലെ ഒരു അംഗമായിട്ട് അരുണിനെ പരിചയപ്പെടുകയാണ്. കാരണം അരുണിന് ഒരുപാട് സാമ്പത്തിക ആവശ്യം ഉള്ളത് കൊണ്ട് തന്നെ ഒരു കള്ളക്കടത്ത് സംഘത്തിലെ ഒരു വ്യക്തിയായിട്ട് പരിചയപ്പെട്ട ഒരു സുഹൃത്ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ കാശിന്റെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ആ സംഘത്തിൽ ചേരുവാനും അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാനും അരുൺ തയ്യാറാകുമെന്ന് പോലീസിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ ഡാൻ എന്ന കള്ളപ്പേരിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അരുണുമായിട്ട് കൂടുതൽ അടുക്കുകയും ചെയ്തു. അവരുടെ കൊള്ള സംഘത്തിലെ ഓരോ ആൾക്കാരെയും ഈ ഡാൻ എന്ന് പറയുന്ന അരുണിന്റെ സുഹൃത്ത് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് അരുണിന് അറിയില്ലായിരുന്നു അതെല്ലാം തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെന്നുള്ളത്. അവർ വളരെ വ്യക്തമായിട്ട് തന്നെ അരുണിനെ ട്രാപ്പിലാക്കിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഡാനുമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഡാൻ ഒരു വാർത്ത അരുണിനെ അറിയിക്കുകയാണ്, നിന്നെ ഒരു കൊലപാതക കേസിൽ കൊടുക്കാനായിട്ട് ഇവിടുത്തെ ഒരു പോലീസ് സംഘം ശ്രമിക്കുന്നുണ്ട്. എനിക്ക് രഹസ്യമായിട്ട് കിട്ടിയ ഒരു വിവരമാണ്. ഇത് കേട്ട് അരുണിന് ഒരുപാട് ഭയം തോന്നി. ആ ഭയം അരുണിനെ എത്തിച്ചത് തന്റെ എല്ലാ രഹസ്യങ്ങളും ഡാനിനോട് തുറന്നു പറയുക എന്നതിലേക്കാണ്. പക്ഷെ അരുൺ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ഈ സാമിന്റെ കൊലപാതക കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനോടാണ് താൻ ഈ കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നത് എന്നുള്ളത്. അങ്ങനെ അരുൺ എന്ന് പറയുന്ന ആ വ്യക്തി എല്ലാ കാര്യങ്ങളും ആ പോലീസ് ഉദ്യോഗസ്ഥനോട് തുറന്ന് പറയുകയും ചെയ്തു. ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇതെല്ലാം തന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. അങ്ങനെ അരുണിനെയും ഈ കൊലപാതകം ചെയ്ത ക്രൂരയായിട്ടുള്ള സോഫിയ എന്ന് പറയുന്ന ആ യുവതിയെയും ഓസ്ട്രേലിയൻ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വിചാരണയ്ക്ക് വെച്ചു. ഒരുപാട് താമസിക്കാതെ വിധിയും വന്നു. ഈ കൊലപാതകം ചെയ്ത വളരെ ക്രൂരയായിട്ടുള്ള ഭാര്യയായ സോഫിയയ്ക്ക് 22 വർഷത്തെ കഠിന തടവ് കൊടുത്തു. അതിൽ 18 വർഷം ജാമ്യം പോലും കിട്ടില്ല. അതായത് ജയിലിൽ നിന്ന് ഒരു ദിവസം പോലും അവൾക്ക് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു അവളുടെ ശിക്ഷ എന്ന് പറയുന്നത്. കാമുകനായിട്ടുള്ള അരുണിനായിക്കോട്ടെ 27 വർഷത്തെ കഠിന തടവാണ് കോടതി വിധിച്ചത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ സിജോ ജോൺ. സി യു.